അറബ് നാടുകളുടെ രുചിയും മണവും നിറഞ്ഞ അറേബ്യൻ സ്റ്റോറീസിലേക്ക്, അറബ് നാടുകളുടെ കഥകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റോമൻ സാമ്രാജ്യത്തിൻ്റെ തിരിശേഷിപ്പുകൾ ഇപ്പോഴും അവശേഷിക്കുന്ന ചുരുക്കം അറബ് നാടുകളിൽ ഒന്നാണ് ജോർഡാൻ. ഈ ജോർഡാനിൽ ഞങ്ങൾ പോയപ്പോൾ ഹെർക്കുലിസിൻ്റെ പേരിലുള്ള ഒരു അമ്പലം കണ്ടു. റോമൻ ശാസ്ത്രത്തിൻ്റെ എല്ലാ തികവോടും കൂടിയാണ് ഈ അമ്പലം പണിതീർത്തിട്ടുള്ളത്. ഹെർക്കുലീസിൻ്റെ അമ്പല കാഴ്ചകളാണ് ഇനി. ജോർദാൻ തലസ്ഥാനമായ അമ്മാനിലെ പ്രധാന 7 മലകളിൽ ഒന്നാണ് ജബൽ അൽ ഖ്വാല എന്ന അറബിയിൽ അറിയപ്പെടുന്ന അമ്മാൻ സിറ്റാഡലുള്ളത്. നഗരമധ്യത്തിലെ കോട്ട ശിലായുഗത്തിലാണ് പണി കഴിച്ചത്. റബ്ബോത്ത് അമ്മോൻ എന്നും ഫിലാഡൽഫിയ എന്നും അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് അമ്മാൻ. ലോകത്തിലെ വിവിധ സാമ്രാജ്യങ്ങളുടെ ശേഷിപ്പുകൾ ഇവിടെ കാണാം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എൽ എന്ന അക്ഷരത്തിന്റെ ആകൃതിയിലാണ് കോട്ടകൊത്തളം നിലകൊള്ളുന്നത്. കോട്ടയ്ക്കുള്ളിൽ 4 പ്രധാന ഇടങ്ങളാണ് ഉള്ളത്. ഹെർക്കുലീസിന്റെ ക്ഷേത്രം, ബൈസാന്റിയൻ ബസലിക്ക, 7-ാം നൂറ്റാണ്ടിൽ ഇവിടം ഭരിച്ചിരുന്ന ഉമ്മിയാദ് ഗവർണറുടെ കൊട്ടാരം, പിന്നെ ആധുനിക മിനാരമുള്ള മുസ്ലിം പള്ളിയും. സിറ്റാഡൽ കോട്ടക്കഥയിൽ നിന്നും യാത്രയാരംഭിക്കാം. അമ്മാൻ നഗരമധ്യത്തിലെ ഈ കോട്ടക്കൊത്തളത്തിൽ അസിറിയക്കാർ, ബാബിലോണിയക്കാർ, പേർഷ്യക്കാർ എന്നിങ്ങനെയുള്ള ജനവിഭാഗങ്ങൾ താമസിച്ചിരുന്നു. AD 162-നും 166-നും ഇടയിലാണ് ഈ കോട്ട തീർത്തത്. ഇക്കാലത്ത് ഇവിടം ഭരിച്ചിരുന്ന ജമ്മിയസ് മാർക്വിനീസ് ആണ് അമ്മാൻ സിറ്റാഡലിന് നേതൃത്വം നൽകിയത്. ലോകത്ത് തുടർച്ചയായി ജനവാസമുണ്ടായ ഏറ്റവും പഴക്കം ചെന്ന പ്രദേശം എന്ന നിലയിലും ഈ സ്ഥലം ചരിത്രത്തിന്റെ ഏടുകളിലുണ്ട്. അങ്ങനെ ഇന്നും അമ്മാൻ നഗരത്തിന്റെ ആകാശ സമാനമായ കാഴ്ച സമ്മാനിച്ച് ഈ കോട്ടയും പരിസരവും നിലകൊള്ളുന്നു. ഹെർക്കുലീസിന്റെ നാമധേയത്തിലുള്ള ക്ഷേത്രമാണ് സന്ദർശകർക്ക് ഏറെ അത്ഭുതമുണ്ടാക്കുന്നത്. 33 അടി ഉയരമുള്ള കൽത്തൂണുകൾ കൊണ്ടാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ക്ഷേത്രം പണിതത്. എന്നാൽ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിൽ പൂർണ്ണമാക്കാൻ കഴിയാതെ ഈ ക്ഷേത്രം ഉപേക്ഷിക്കപ്പെട്ടുവെന്നാണ് ചരിത്രം. ഇവിടെയുണ്ടായിരുന്ന ശവക്കല്ലറുകളിൽ നിന്നും ചെമ്പ് പാത്രങ്ങളടക്കമുള്ള പുരാവസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്. ഈ സാധനങ്ങളൊക്കെയും അമ്മാനിലെ അമേരിക്കൻ സെന്റർ ഫോർ ഓറിയന്റൽ റിസർച്ച് അഥവാ അക്കർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനത്തിലുണ്ട്. കിഴക്ക് ദർശനമായി 31 മീറ്റർ നീളത്തിലും 26 മീറ്റർ വീതിയിലുമാണ് ക്ഷേത്രം നിർമ്മിച്ചത്. ഒരുപക്ഷേ റോമിലുള്ളതിനേക്കാൾ ഹെർക്കുലീസിന്റെ പേരിലുള്ള വലിയ ക്ഷേത്രം എന്ന പേരിൽ അമ്മാനിലെ ഈ തൂണുകൾ മാത്രം അവശേഷിക്കുന്ന ക്ഷേത്രം അറിയപ്പെടുന്നുമുണ്ട്. ഇതിനുള്ളിലെ ആരാധനാ സ്ഥലം 122x72 മീറ്റർ എന്ന കണക്കിലാണ് പണിതത്. 5-6 നൂറ്റാണ്ടിനിടയിൽ ബൈസാന്റിയൻ ഭരണാധികാരികൾ പണിതീർത്ത ഒരു കത്തീഡ്രലിന്റെ അവശേഷിപ്പുകളും അമ്മാൻ സിറ്റാഡലിലുണ്ട്. ഇതും കിഴക്ക് ദർശനമാക്കിയാണ് പണിതിട്ടുള്ളത്. 10-ാം നൂറ്റാണ്ടിൽ ദാവീദ് രാജാവ് ഈ പ്രദേശം കീഴടക്കിയതായും ചരിത്രാന്വേഷികൾ സമർത്ഥിക്കുന്നു. ഉമ്മിയാദ് ഗവർണറുടെ കൊട്ടാരം മറ്റൊരു ആകർഷണമാണ്. 2,50,000 ഗാലൻ വെള്ളം ശേഖരിച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന ജലസംഭരണിയും ഇവിടെ കാണാം. ജനവാസ കേന്ദ്രമായി ഇവിടെയുള്ളവർക്കെല്ലാം ശുദ്ധജലം എത്തിച്ചിരുന്നത് ഇവിടെ നിന്നായിരുന്നു. ജോർദാൻ വിനോദസഞ്ചാര വകുപ്പും പുരാവസ്തു വകുപ്പും സംയുക്തമായി സിറ്റാഡൽ കോട്ടകൊത്തളം വിനോദസഞ്ചാരികൾക്കും ചരിത്രാന്വേഷികൾക്കുമായി തുറന്നുകൊടുത്തത്. അമ്മാനിലെത്തുന്നവർക്കെല്ലാം അത്ഭുത വിരുന്നൊരുക്കി അമ്മാൻ സിറ്റാഡലും
ഹെർക്കുലീസിന്റെ ക്ഷേത്രവുമുണ്ട്.